നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും നടൻ മനോജ് കെ ജയന്റെ പിതാവുമായ KG ജയൻ അന്തരിച്ചത്. 90 വയസ്സായിരുന്നു പ്രായം. തൃപ്പൂണിത്തറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീത രംഗത്തും ഭക്തി ഗാനരംഗത്തും സിനിമാ രംഗത്തും ഒരുപിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം. ധർമ്മശാസ്ത്ര, നിറകുടം, സ്നേഹം, തെരുവ് ഗീതം തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാദപൂജ, ഷൺമുഖപ്രിയ, പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ജനവിജയ. 1988 വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പൂത്തറ്റ മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ട മക്കൾ ജയനും വിജയനും ആദ്യം മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലാണ്. ഭക്തിഗാനങ്ങളിലൂടെ മലയാള സംഗീത ലോകത്ത് KG ജയൻ മികവ് തെളിയിച്ചു. സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം, ഭക്തിഗാനം, ചലച്ചിത്ര ഗാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 6-ാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ജയൻ 10-ാം വയസ്സിൽ കുമരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. NSS സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് പണ്ട് നടത്തിയ ഹിന്ദു മണ്ഡലത്തിന്റെ സമ്മേളനങ്ങളിൽ ഈശ്വര പ്രാർത്ഥന പാടിയ ജയൻ വിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞ മന്നത്ത് പത്മനാഭനാണ് ഇവരെ സംഗീതം കൂടുതലായി പഠിപ്പിക്കണമെന്ന് വീട്ടുകാരെ ഉപദേശിച്ചത്. അച്ഛന്റെ സംഗീതത്തിലുള്ള അഭിരുചി നല്ല രീതിയിൽ മനോജ് കെ ജയനും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോജ് കെ ജയന്റെ അഭിനയം പോലെ പ്രിയമാണ് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ പിന്നണി ഗാനാലാപനവും. KG വിജയന്റെ വിയോഗം അറിഞ്ഞ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഓടിയെത്തി. അക്കൂട്ടത്തിൽ KG വിജയന്റെ വിയോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനോജ് കെ ജയന്റെ ഭാര്യ ആശയാണ്. മരണവാർത്ത അറിഞ്ഞ് ഓടിയെത്തിയ ആശ നേതൃത്വം വിട്ട് കരഞ്ഞു. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടൻ തളർന്നു വീണ് കരയുന്ന ആശയുടെ വീഡിയോ വൈറലാണ്. എനിക്കിനി അച്ഛൻ ഇല്ലല്ലോ ചേട്ടാ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ കരഞ്ഞത്. മനോജ് കെ ജയനും മകൾ കുഞ്ഞാറ്റയും എല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ആശയുടെ സങ്കടം അണപൊട്ടിയൊഴുകി. KG ജയന്റെ മൃതദേഹത്തിലും ഏറെ നേരം വീണ് കരഞ്ഞു ആശ. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആശയെ പരിഹസിച്ച് നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. മൃതദേഹത്തിനരികിൽ ഇരുന്ന് അലറിക്കരഞ്ഞതിന്റെ പേരിലാണ് ആശയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായത്. ഇതൊക്കെയാണ് ഓസ്കാർ അഭിനയം. എന്തൊരു ഓവർ! അച്ഛനെ നോക്കി വീട്ടിൽ നിൽക്കാമായിരുന്നില്ലോ. മരിച്ചു കഴിഞ്ഞ് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കരയുന്നത്? മനോജിനേക്കാൾ വലിയ നടിയാണ് ഭാര്യയെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്നിങ്ങനെ നീളുന്നു പരിഹസിച്ചുള്ള കമന്റുകൾ. അതേസമയം ചിലർ ആശ അനുകൂലിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട്. അമ്മായി അച്ഛൻ മരിച്ചിട്ട് അവർ ഇത്രയും സങ്കടപ്പെടണമെങ്കിൽ അത്രയും അവരെ സ്നേഹിച്ച അച്ഛനായിരിക്കണം. ചിലപ്പോൾ അച്ഛനുമായി നല്ല ആത്മബന്ധം ആശയ്ക്ക് കാണും. അതുകൊണ്ട് അവർ വിഷമിക്കുന്നു. പലരും ഓവർ ആക്ടിങ് എന്നൊക്കെ പലയിടത്തും കമന്റ് ഇട്ട് കണ്ടു. അവരുടെ അവസ്ഥ അവർക്കറിയാം എന്നിങ്ങനെ നീളുന്നു അനുകൂലിച്ചുള്ള കമന്റുകൾ. ഉർവശിയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് ആശ മനോജ് കെ ജയന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇരുവർക്കും ഒരു മകനുണ്ട്. ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയെ വളർത്തിയതും ആശയാണ്. ആശയുടെ ആദ്യ വിവാഹത്തിലെ മകളും കുഞ്ഞാറ്റയ്ക്കൊപ്പമാണ് താമസം. നടി കലാരഞ്ജനിയും കൽപ്പനയുടെ മകൾ ശ്രീമയും എല്ലാം അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മലയാളി മനസ്സുകൾക്ക് ഏറെ ഭക്തിഗാനങ്ങൾ ഒരുക്കിയ സംഗീതജ്ഞന്റെ ചേതനേറ്റ ശരീരം അവസാനമായി കാണാൻ ആരാധകർ ഒഴുകിയെത്തിയിരുന്നു. ലായം കൂത്തമ്പലത്തിൽ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ ജയവിജയ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ നേർത്ത ശബ്ദത്തിൽ കേൾക്കാനായി. ലായം കൂത്തമ്പലത്തിൽ നിന്നും ശ്മശാനത്തിലേക്ക് എടുക്കുന്നതിന് മുൻപായി ശരണം വിളികൾ മുഴങ്ങി. ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന് പാടിയ ഭക്തന് ശരണം വിളികളുടെ പശ്ചാത്തലത്തിൽ ആണ് മടക്കം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.